ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഓട്ടോമോട്ടീവ്. ഇന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വലിയ പാക്കേജ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് മറ്റൊന്നുമല്ല, ഇതൊരു സീറ്റ് കവറാണ്. അപ്പോൾ ഈ കാറിൽ ഇപ്പോൾ ഉള്ളത് ഫാബ്രിക് സീറ്റാണ്. ഫാബ്രിക് സീറ്റും കൊച്ചു കുഞ്ഞുങ്ങളും തമ്മിൽ ഒന്നിച്ച് പോവില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ്, ഐസ്ക്രീം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും സീറ്റിൽ വീഴും. അപ്പോൾ ഫാബ്രിക് സീറ്റ് ആണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആർട്ട് ലെതർ അല്ല ലെതറൊക്കെ ആണെങ്കിൽ നമുക്ക് അത് തുടച്ച് മാറ്റാനായിട്ട് എളുപ്പം സാധിക്കും. അതിപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്ത് ഫാബ്രിക് സീറ്റ് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നാലും കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് അകത്തത് ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ സീറ്റിൽ വീണ വീണ്ടും സീറ്റ് അഴുക്കാവും, ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് റീസണബിളി നമ്മുടെ ഷോപ്പിൽ നമ്മൾ പോയി ചെയ്യുന്നതിലും റീസണബിളി ചീപ്പാണ് ഈ സീറ്റ് കവർ. ഒരുപാട് ഇതിലും ചീപ്പർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ഡിസൈൻ, ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാറ്റേൺ ആണ്. നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വെഹിക്കിൾ മോഡൽ സെലക്ട് ചെയ്തിട്ട് ഈ കളർ, ഈ പാറ്റേൺ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഔട്ടർ പാക്കിങ്. ഇതൊരു ചാക്ക് പോലത്തെ മെറ്റീരിയൽ, ചാക്ക് പോലത്തെ അല്ല, ചാക്കിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രോഡക്റ്റ് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഔട്ടർ കവറിങ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ കുഷ്യനൊക്കെ ഉണ്ട്. സീറ്റ് കവർ ഇതിലിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വാവ്, ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മളെ ഫോട്ടോയിൽ കണ്ട അതേ പാറ്റേൺ. ആ ഫോട്ടോയിൽ പക്ഷേ ചെറിയ ഒരു സ്ട്രിപ്പ് പോലെ ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഇത്തിരി വീതിയുണ്ട്. ആക്ച്വൽ ഫോട്ടോയിൽ ഇത്തിരി വീതിയുണ്ട്. പക്ഷേ വളരെ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതിൻ്റെ കൂടെ ഫ്രണ്ടിലാണ്ട് സീറ്റ് ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് ആണ്, ഐറ്റൻ്റെ ഫിക്സ്ഡ് ആണ്. ഇപ്പം നിങ്ങളുടെ കാറിലെ ഫിക്സ്ഡ് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ കാറിൻ്റെ ആ മോഡൽ അതിനകത്ത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ഹെഡ് റെസ്റ്റ് കിട്ടും. ഇതിനിപ്പോൾ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് ഫ്രണ്ട് സീറ്റിന് വരുന്നത്. ബാക്കിൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാം, ബാക്കിൽ മാത്രമേ ഉള്ളൂ റിമൂവബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഹെഡ് റെസ്റ്റും എല്ലാം ഇതിൽ തന്നെയുണ്ട്. എന്തായാലും നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. ഞാൻ വാങ്ങിച്ച പൈസയായിരുന്നു. ഞാൻ പുറത്ത് ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ എത്രയാണ് സീറ്റ് കവർ ചെയ്യുന്നത് വെച്ചപ്പോൾ ഏകദേശം 5600, 5600 മുതലാണ് എന്ന് പറഞ്ഞു. മെറ്റീരിയലും കാണിച്ചു, നല്ല മെറ്റീരിയലാണ് അവർ കാണിച്ചത്. അതിൻ്റെ ഉള്ള ക്വാളിറ്റി അവർ ചെയ്യുമ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യും. പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് സീറ്റ് കവറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ മോൻ 4 വയസ്സുള്ള മോനാണ്. ഒരുപാട് ചോക്ലേറ്റ് അതും ഇതൊക്കെ തേക്കുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ ഡേറ്റി ആയിട്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഞാനിത് ശരിക്കും വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിച്ചത് വർത്താണ്, വാല്യൂ ഫോർ മണിയാണ്. കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അത്യാവശ്യം കുഷ്യനൊക്കെ ഉണ്ട്, നല്ല കുഷിയാണ്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ വീഡിയോയില്ല, അടുത്ത വീഡിയോയിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന്. ഇത് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സീറ്റിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.